കന്റോൺമെന്റ് ഹൗസിലാണ് ഇന്ന് മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന നിശ്ചയം നടക്കുക. അതിനുള്ള യോഗം UDF യോഗം നടക്കുക അവിടെയാണ്. ഘടകകക്ഷി നേതാക്കളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കീറാമുട്ടി കോൺഗ്രസിനകത്ത് നിന്നുള്ള മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി സാമുദായിക പ്രാദേശിക പ്രാതിനിധ്യം പരിഗണിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനത്തിൽ ഇപ്പോൾ KCയും രമേശ് ചെന്നിത്തലയും എല്ലാം തങ്ങളുടെ ആളുകളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ കോൺഗ്രസ് സാധാരണയായി പരിഗണിക്കാറുള്ള സാമുദായിക സമവാക്യങ്ങളും അതുപോലെ പ്രാദേശിക പ്രാതിനിധ്യവും അത് വളരെ നിർണായകമാണ്. ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വിജിൻ വായന്തോട് KC വേണുഗോപാലിൻ്റെ അവസ്ഥയിൽ നിന്നുണ്ട്. വിജിൻ, KC വേണുഗോപാൽ എന്താണ് ഇറങ്ങാത്തത്? അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എണ്ണം പറഞ്ഞ് 6 മന്ത്രിമാർ വേണം എന്ന് പറയുമ്പോൾ ആ 6 മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് KC വേണുഗോപാലിനൊപ്പമുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസിനെ കുഴക്കുന്നത്. കാരണം ആ 6 പേർക്കും മന്ത്രിസ്ഥാനം നൽകേണ്ടതുണ്ട്. അതിൽ എണ്ണിപ്പറഞ്ഞാൽ ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, അങ്ങനെ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയുണ്ട്. അങ്ങനെയുള്ളവരാണ് ആ ലിസ്റ്റിൽപ്പെടുന്നത്. അതിൽ സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാൽ ഒരുപക്ഷെ ഈഴവ ഒരു പ്രാതിനിധ്യം ലഭിക്കാൻ ബിന്ദു കൃഷ്ണയ്ക്ക് അർഹതയുണ്ട്. മറ്റുള്ളവരെല്ലാം ഉന്നത സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് പറയാം. പക്ഷേ അവരെല്ലാം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാണ്. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുമായി ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്ന ആളുകളാണ്. ഒപ്പം തന്നെ നിയമസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള പരിഗണനകൾ എല്ലാം പരിഗണിച്ചാലും അതെല്ലാം അവരിലേക്ക് എത്താൻ സാധ്യതയുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദം അങ്ങനെ ഒരു വലിയ സമ്മർദ്ദത്തിലേക്ക് പോകേണ്ട കാര്യം നിലവിൽ കോൺഗ്രസിനകത്തില്ല. KC വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി അത് ദേശീയ നേതൃത്വത്തോട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടില്ല. തന്നെ കേരളത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും വളരെ മോശമായ ഒരു വിഭാഗം ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി, തന്നെ പൂർണ്ണമായും പിച്ചു ചീന്താനുള്ള നീക്കം നടത്തി. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും തൻ്റെ ആവശ്യം അത് ന്യായമാണ്, കോൺഗ്രസിൽ ന്യായമായ ആവശ്യമാണ് താൻ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറം അത് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ എന്നുള്ള കണക്കുകൾ തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലില്ല. അതിന് സ്വാഭാവികമായും VD സതീശന് വഴങ്ങേണ്ടി വരും. പിന്നീട് ഈ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന വാദങ്ങളാണ്. അതിൽ 3 മന്ത്രിമാർ വേണമെന്ന വാദമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവായ മുതിർന്ന നേതാവായ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. പക്ഷേ തൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അൻവർ സാദത്തിനും IC ബാലകൃഷ്ണനും ഉൾപ്പെടെ മന്ത്രിസ്ഥാനം വേണം. താൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് തന്നെ വേണം എന്നുള്ളതാണ്. അതിലാണ് നിലവിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുള്ളത്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുകയും വിജിലൻസ് അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ് അത് വളരെ ദുർബലമായ വകുപ്പുകൾ മാത്രമാവും. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്തത് ആഭ്യന്തര വകുപ്പും പൊതുഭരണവും ഒപ്പം തന്നെ IT വകുപ്പ് ഉൾപ്പെടെയുള്ളവയാണ്. അതിൽ IT വകുപ്പ് ഇത്തവണ സ്വാഭാവികമായും കഴിഞ്ഞ ഒരു സമവാക്യങ്ങൾ പരിഗണിച്ചാൽ അത് മുസ്ലിം ലീഗിന് നൽകും. അതൊരു പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി തന്നെ IT വകുപ്പ് ഏറ്റെടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ VD സതീശൻ്റെ വകുപ്പുകൾ അത് ദുർബലമായ വകുപ്പുകളാകും. അങ്ങനെ ഒരു വാദം നിരത്തിയാകും ഒരുപക്ഷെ വിജിലൻസ് VD സതീശനിലേക്ക് എത്തുകയും ആഭ്യന്തര വകുപ്പ് അത് രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുക എന്നുള്ളൊരു സമവായത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്ന 3 മന്ത്രിമാർ എന്ന ആവശ്യം അത് ഏതെങ്കിലും തരത്തിലൊരു സമവാക്യത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയുടെ ഭാഗമായി IC ബാലകൃഷ്ണൻ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം നൽകാതെ ഒരു തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള സമവായത്തിനും താൻ തയ്യാറല്ല എന്നുള്ള കടുത്ത നിലപാടാണ് നിലവിൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൻവർ സാദത്തിന് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. അൻവർ സാദത്ത് രാവിലെ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ നിലവിൽ T സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അങ്ങനെയുള്ള T സിദ്ദീഖ് ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ പക്ഷ നേതാക്കൾ അവർ മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരിക്കുകയാണ്. അവർക്ക് മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ള ആവശ്യം തന്നെയായിരിക്കും KC മുന്നോട്ട് വെക്കുകയും ചെയ്യുക. എന്തായാലും നിലവിൽ ഇപ്പോഴും KC ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ മുതിർന്ന എല്ലാ നേതാക്കളുമായും നിലവിൽ KC വേണുഗോപാൽ ചർച്ച നടത്തിക്കഴിഞ്ഞു, ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. മുതിർന്ന എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തെത്തി KC വേണുഗോപാലിൻ്റെ വീട്ടിലെത്തി സംസാരിച്ചു കഴിഞ്ഞു, ചർച്ച നടത്തിക്കഴിഞ്ഞു. അതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു, MK രാഘവൻ MP ഉണ്ടായിരുന്നു, ആന്റോ ആന്റണി MP ഉണ്ടായിരുന്നു, മറ്റ് ജെബി മേത്തർ MP ഉണ്ടായിരുന്നു, മറ്റ് പ്രധാനപ്പെട്ട MLA മാർ TC ഉൾപ്പെടെയുള്ള MLA മാർ, ഒപ്പം തന്നെ
അങ്ങനെയുള്ള മറ്റ് MLA-മാർ KC വിഭാഗവുമായി അടുത്ത് നിൽക്കുന്ന MLA-മാർ എല്ലാം നിലവിൽ എത്തി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇനി VD സതീശനുമായ ഒരു ആശയവിനിമയത്തിലേക്കൊന്നും തനിക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് KC ഇപ്പോൾ വിചാരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തന്നെ മറികടന്ന ഈ കാര്യത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അതിന് ഹൈക്കമാൻഡിനോ ദേശീയ നേതൃത്വത്തിനോ നിലവിൽ ഇവിടെ നിരീക്ഷകരായി എത്തിയ ആളുകൾക്കോ ദീപാദാസ് മുൻഷിക്കോ ഒന്നും കഴിയാനുള്ള സാഹചര്യമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് KC വേണുഗോപാൽ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ 3 മന്ത്രിമാർ മാത്രം പിന്തുണയുള്ള കോൺഗ്രസിനകത്ത് 3 മന്ത്രിമാരുടെ മാത്രം പിന്തുണയുള്ള മുഖ്യമന്ത്രിയായി VD സതീശൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടുള്ളത് നിലവിൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ആവാൻ 3 പേരുടെ ചർച്ച ഉയർന്ന ഘട്ടത്തിലെല്ലാം കൂടെ നിന്ന ഘടകകക്ഷി മന്ത്രിമാരാണ്. അവരുടെ പിന്തുണ തനിക്കുണ്ട് മന്ത്രിസഭയിൽ എന്നുള്ളതാണ്. അതിൽ 5 പേർ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുണ്ടാകും. ഒപ്പം തന്നെ PJ ജോസഫിന് അതിൽ 2 മന്ത്രിമാരോ 1 മന്ത്രിമാരോ ആണെങ്കിൽ അവരുടെ പിന്തുണയുണ്ടാകും. ഒപ്പം തന്നെ RSP ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അത് VD സതീശൻ ലഭിക്കും. അങ്ങനെ ഈ നിലവിൽ KC വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉയർത്തിയ മന്ത്രിമാരെ, അവരുടെ പക്ഷക്കാരായ മന്ത്രിമാരെ ഭൂരിപക്ഷത്തിൽ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയായി VD സതീശന് മുന്നിലുള്ളത്. ഒപ്പം തന്നെ വിജിലൻസ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതൊരു പ്രധാന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പും ഏറ്റെടുക്കുക എന്നുള്ളതാണ് VD സതീശൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.